രാത്രിയൊക്കെ ഇത് കാണുമ്പോ പേടിക്കൊന്നുമില്ല. സ്റ്റിൽ നമുക്ക് ഈ പഴയ കഥകളൊക്കെ ഓർമ്മ വരും. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ പറയുന്നത് കേട്ടില്ലേ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്, ആ കുളത്തിലെ രാത്രിയായ ആരോ വന്ന് തിരുമ്പണ സൗണ്ട് കേൾക്കും, ടോർച്ച് അടിച്ചു നോക്കി ഒന്നും കാണാൻ പറ്റില്ല. പിന്നീടാണ് മനസ്സിലായത് അവിടെ മുമ്പ് തിരുമ്പാൻ വന്നൊരു ചേച്ചി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ കൺസെപ്റ്റ്സ് ഒക്കെ രാവിലെ കേൾക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ആൻഡ് ഇറ്റ് ഹിറ്റ്സ് ഡിഫറെന്റ് വെൻ ഇറ്റ് കംസ് ടു നൈറ്റ്. രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ ഡാർക്ക് ആവുന്ന സമയത്ത് നമുക്ക് അതിന്റെ വേറൊരു രീതിയിലാണ് നമ്മൾ അത് എടുക്കുക. അതേപോലെ തന്നെ വേറൊരുത്തം പറഞ്ഞതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവൻ സ്കൂട്ടറിൽ പോവായിരുന്നു വീട്ടിൽ പോണ സമയത്ത് ഒരു കൊച്ചവിടെ ആരോ കാത്തു നിൽക്കണു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താടാ ഇവിടെ നിൽക്കണേ, വീട്ടിൽ പോയിട്ട് അമ്മ എടുത്ത് പറഞ്ഞ അമ്മ പറഞ്ഞു ഉത്തര ആ കൊച്ച് കെട്ടിത്തൂങ്ങി മരിച്ചിട്ട് 2 ദിവസമായി എന്നൊക്കെ. ഇതൊക്കെ രാവിലെ കേൾക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. രാത്രിയൊക്കെയാണ് ഈ സാധനങ്ങൾ ഓർമ്മ വരുമ്പോ ഒരു പേടി, അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടാണ്, ആള് നേഴ്സാണ്. ആള് പറയുന്നതൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആവുന്ന സമയത്ത് 4 മണിയൊക്കെ 2 മണിയൊക്കെ ആവുന്ന സമയത്ത് ആരോ വാതിൽ വന്ന് ടിക് 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 തട്ടണ പോലെയൊക്കെ തോന്നുന്നു. ഇതൊക്കെ കേട്ടിട്ട് രാത്രി വരുമ്പോ ഒരു ഹോണ്ടഡ് ഫീലിംഗ് ഉണ്ടായില്ല. അത് ഈ സിനിമയുടെ കുറെ മ്യൂസിക്കും അതേപോലെ കുറെ ഇവരുടെ ഡയലോഗ്സ് കേൾക്കുമ്പോൾ തോന്നും. അല്ലാതെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ ജംസ്കേഴ്സും കാര്യങ്ങളൊന്നുമില്ല. തമിഴിൽ നിന്ന് ഒരു ഹൊറർ ത്രില്ലർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. യമകാത്തകി എന്നാണ് സിനിമയുടെ പേര്. ബേസിക്കലി യമകാത്തകി പറഞ്ഞ ദ സ്പിരിറ്റ് ദാറ്റ് റെഫ്യൂസസ് ടു ലീവ്. സോ എനിക്ക് മനസ്സിലാവാത്ത തമിഴന്മാർക്ക് മാത്രമേ എവിടുന്നടെ ഇങ്ങനത്തെ വെറൈറ്റി കൺസെപ്റ്റ് ഒക്കെ കിട്ടുന്ന ആ ഫ്രഷ് ബ്രത്ത് എന്നൊക്കെ പറയാൻ പറ്റുന്ന പടമാണ്. ഒരു വെറൈറ്റി പടമാണ്. അതായത് തമിഴ്മാര് ഈ റൂറൽ ഹൊറർ പടങ്ങളൊക്കെ എടുക്കുന്നതിൽ അടിപൊളിയായിട്ട് അവർ ഈ മിത്തോളജിക്കൽ എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രസത്തിലായിരിക്കും പടം എടുക്കുക. സോ ഇതിൽ എങ്ങനെയാ വെച്ചാൽ തമിഴ്നാട്ടിൽ ഈ ഗ്രാമത്തലവന്മാരുണ്ടാവല്ലോ. സോ ആ വില്ലേജ് ചീഫിന് ഒരു മകളുണ്ട്, ഭയങ്കര പിടിവാശിക്കാരിയാണ്. ആ കൊച്ചിന് ആസ്മയുണ്ട്. അപ്പൊ ഇവരെ വീട്ടിലെ ഒരു റൂമുണ്ട് നേരം അടച്ചിട്ടിട്ട് ഈ മറ്റേ തകിടും മന്ത്രച്ചരടൊക്കെ ചുറ്റിയിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ വയസ്സായ ഒരു അമ്മൂമ്മ പറയും, ഇത് ഒരിക്കലും നിങ്ങൾ തുറക്കരുത്, തുറന്നു കഴിഞ്ഞാൽ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കൊച്ചാന്ന് വെച്ചാൽ എന്തോ ഒരു നാറ്റം അവിടുന്ന് വരുന്നു പറഞ്ഞിട്ട് നിങ്ങൾ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കുന്നൊക്കെ പറഞ്ഞ് തണ്ടപ്പിടിയെ കൊണ്ടുവന്ന് പൊളിപ്പിക്കും. നോക്കുമ്പോൾ അവിടുന്ന് ഒരു എലി ചത്ത പോലെ കിട്ടും. അപ്പൊ ആ ഒരു സീനെ എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും വെച്ചാൽ അത് എടുത്തിട്ട് വരുന്ന ആളുടെ തല കട്ടിലിൽ പെട്ട് പട്ടാന്നുരുട്ടി രക്തപ്പുഴയായിരിക്കും ആ സമയത്ത്. അപ്പൊ അവിടെ നമ്മൾ അത് വിശ്വസിക്കാൻ തുടങ്ങും. അതാണ് ഞാൻ പറയുന്നത്, ഈ സിനിമയിൽ ജംപ് സ്കെയേഴ്സും ഇതൊന്നും ഇല്ലേ, കോഞ്ചുറിങ്ങും തേങ്ങയും പോലത്തെ ഒന്നും. പക്ഷെ ഇവരുടെ ഇങ്ങനത്തെ ഓരോ കഥ പറച്ചിലും ഇങ്ങനത്തെ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ ഒരു ഹോണ്ടഡ് ഫീലിംഗ് നമുക്ക് കിട്ടും. പിന്നീട് ഇവരെ വീട്ടിൽ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളായി. തന്തപ്പിടി മകളെ തല്ലും, മകള് പോയി ആത്മഹത്യ. പിന്നെ നോക്കുമ്പോ ഈ ബോഡി എടുക്കാൻ നോക്കുമ്പോൾ ബോഡി എടുക്കാൻ പറ്റില്ല. അതാണ് യമകാത്തകി ദ സ്പിരിറ്റ് ദാറ്റ് റെഫ്യൂസസ് ടു ലീവ്. പിന്നീട് ഓരോ ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ എക്സ്പോസ് ആവും. അതായത് ഇത് ആരാ ചെയ്തത്, ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പടമാണ്. 2 മണിക്കൂറിന്റെ സിനിമയാണ്. എനിക്കൊരു വെറൈറ്റി പടം, നല്ല പടമായിട്ടാണ് തോന്നിയത്. കൂടുതൽ ഈ ജംസ്കേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണിച്ചിട്ട് അവര് മറ്റേ ഉത്സവത്തിന് കൊടിയേറ്റവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ മറ്റേ മുത്തശ്ശിമാരുടെ പാട്ടും കാര്യങ്ങളൊക്കെയാണ്. ആദ്യമൊക്കെ കാണുമ്പോൾ കുറച്ച് വെറുപ്പായിട്ടാണ് തോന്നിയിട്ട് ഈ പാട്ടൊക്കെ. പിന്നെ പാട്ടൊക്കെ നല്ല രസവും ഉണ്ടായിരുന്നു. പിന്നെയാണ് ഈ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ ആരാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് കണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമാണ് ഇതിൽ കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പെർഫോമൻസ് വൈസ് ആ കൊച്ച് വരെ കിടിലായിരുന്നു. ഞാൻ ഇതുവരെ ആരും അങ്ങനത്തെ സിനിമയിലൊന്നും ഇവരെ കണ്ടിട്ടില്ല. സ്റ്റിൽ അടിപൊളിയായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ പരദൂഷണം പറച്ചിലാണ്. അതായത് ഈ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞു വെച്ചാൽ ഈ അമ്മൂമ്മമാര് കുറെ പേര് വന്നിട്ട് ഇരുന്ന് കരഞ്ഞിട്ട് പരദൂഷണം പറയില്ലേ, അവളുടെ അവിടെ ഇങ്ങനെ മരണം നടന്നപ്പോൾ ബോഡി എടുക്കാൻ പറ്റിയില്ല, കാരണം അതിൽ 2 പ്രേതം ഉണ്ടായിരുന്നു. പിന്നീട് ഒരാളെ ഒഴിപ്പിക്കല് എന്നൊക്കെ പറഞ്ഞല്ലോ. രാത്രിയൊക്കെ ഇത് കാണുമ്പോൾ പേടിക്കൊന്നുമില്ല. സ്റ്റിൽ നമുക്ക് ഈ പഴയ കഥകളൊക്കെ ഓർമ്മ വരും. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ പറയുന്നത് കേട്ടില്ലേ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്, ആ കുളത്തിലെ രാത്രിയായ ആരോ വന്ന് തിരുമ്പണ സൗണ്ട് കേൾക്കും, ടോർച്ച് അടിച്ചു നോക്കി ഒന്നും കാണാൻ പറ്റില്ല. പിന്നീടാണ് മനസ്സിലായത് അവിടെ മുമ്പ് തിരുമ്പാൻ വന്നൊരു ചേച്ചി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ കൺസെപ്റ്റ്സ് ഒക്കെ രാവിലെ കേൾക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ആൻഡ് ഇറ്റ് ഹിറ്റ്സ് ഡിഫറെന്റ് വെൻ ഇറ്റ് കംസ് ടു നൈറ്റ്. രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ ഡാർക്ക് ആവുന്ന സമയത്ത് നമുക്ക് അതിന്റെ വേറൊരു രീതിയിലാണ് നമ്മൾ അത് എടുക്കുക. അതേപോലെ തന്നെ വേറൊരുത്തം പറഞ്ഞതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവൻ സ്കൂട്ടറിൽ പോവായിരുന്നു വീട്ടിൽ പോണ സമയത്ത് ഒരു കൊച്ചവിടെ ആരോ കാത്തു നിൽക്കണു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താടാ ഇവിടെ നിൽക്കണേ, വീട്ടിൽ പോയിട്ട് അമ്മ എടുത്ത് പറഞ്ഞ അമ്മ പറഞ്ഞു ഉത്തര ആ കൊച്ച് കെട്ടിത്തൂങ്ങി മരിച്ചിട്ട് 2 ദിവസമായി എന്നൊക്കെ. ഇതൊക്കെ രാവിലെ കേൾക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. രാത്രിയൊക്കെയാണ് ഈ സാധനങ്ങൾ ഓർമ്മ വരുമ്പോ ഒരു പേടി, അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടാണ്, ആള് നേഴ്സാണ്. ആള് പറയുന്നതൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആവുന്ന സമയത്ത് 4 മണിയൊക്കെ 2 മണിയൊക്കെ ആവുന്ന സമയത്ത് ആരോ വാതിൽ വന്ന് ടിക് 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 തട്ടണ പോലെയൊക്കെ തോന്നുന്നു. ഇതൊക്കെ കേട്ടിട്ട് രാത്രി വരുമ്പോ ഒരു ഹോണ്ടഡ് ഫീലിംഗ് ഉണ്ടായില്ല. അത് ഈ സിനിമയുടെ കുറെ മ്യൂസിക്കും അതേപോലെ കുറെ ഇവരുടെ ഡയലോഗ്സ് കേൾക്കുമ്പോൾ തോന്നും. അല്ലാതെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ ജംസ്കേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. പടം ആഹാ തമിഴിൽ അവൈലബിൾ ആണ്. ട്രൈ ഇറ്റ് ഔട്ട് ഇഫ്